ടീച്ചേഴ്സിനൊന്നില്ലേ? പനി പനിയും ചുമയുണ്ടാ? തട്ടിപ്പല്ലേ സ്കൂൾ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്? ഇല്ല. സത്യം പറ. ചുമയുണ്ടല്ലേ? അപ്പോൾ റിച്ചൂസിന് ശരിക്കും പനിയുണ്ട് കേട്ടോ. തട്ടിപ്പൊന്നല്ല, സ്കൂളിൽ പോകാൻ വേണ്ടി മടിച്ചിട്ട് തട്ടിപ്പ് പറയുന്നൊന്നല്ല. ഒരു 2-3 ദിവസമായിട്ട് റിച്ചൂസിന് പനി ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ പനി വന്നും പോയിക്കൊണ്ടും എന്നാലോ വലിയ പനി ഇല്ലാതാനും. ചെറുതായിട്ടൊന്ന് ചൂട് കൂടുമ്പോൾ ഞാൻ പനീൻ്റെ മരുന്നൊക്കെ കൊടുത്ത് കുറയുന്നൊക്കെ വിചാരിച്ച് നിന്നതായിരുന്നു. പക്ഷേ ഇന്നലെ നൈറ്റ് മുതൽ കുറച്ചധികം ചൂട് തോന്നി. അതുമാത്രമല്ല, നല്ല ചുമയുണ്ടായിരുന്നു. ചുമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് പുലർച്ചെ ഒരു 4 മണി, നൈറ്റ് തൊട്ടിട്ട് പുലർച്ചെ ഒരു 4 മണി വരെ ഒരേ ചുമയായിരുന്നു, നിർത്താതെ ചുമയായിരുന്നു. ഇത് കണ്ടു നിൽക്കുമ്പോൾ നമുക്കും സങ്കടമായി. കാരണം കുഞ്ഞ് ചുമച്ച് ഉറങ്ങാണ്ട് നിൽക്കുമ്പോൾ നമുക്കൊരു വേവലാതിയായി. അതുപോലെ തന്നെ റിച്ചൂസിന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും നോക്കിയില്ല. ഏതായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ പയ്യന്നൂർ സഭാ ഹോസ്പിറ്റലിൽ രാജവൻ ഡോക്ടറാണ് നമ്മൾ കാണിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, റിച്ചൂസിൻ്റെ സ്ഥിരം ഡോക്ടറാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ പനിയുണ്ട് തോന്നുന്നല്ലോ. ഒരു പനിയുടെ സീസണാണെന്ന് തോന്നുന്നു. മാത്രമല്ല, സ്കൂളിൽ പോകുന്ന കുട്ടികളാകുമ്പം പ്രത്യേകിച്ച് പനി ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ട് നിൽക്കും. കാരണം നമ്മളെ കുട്ടിക്ക് പനിച്ച് ഒന്ന് ഓക്കെ ആയിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് പനിയുണ്ടെങ്കിൽ ആ പനി നമ്മുടെ കുട്ടിക്ക് വീണ്ടും വരും. പിന്നെ വീണ്ടും പനിയായി, ഹോസ്പിറ്റലായി. ഇത് തന്നെയാണ് അവസ്ഥ. സ്കൂളിൽ പോകുന്ന മിക്ക കുട്ടികളുടെയും അവസ്ഥ ഇത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. റിച്ചൂസിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. റിച്ചൂസ് തീരെ ഫുഡ് കഴിക്കാതെ ഒരു ടൈപ്പാണ്. കുറച്ചൊന്ന് കഴിച്ച് ഉഷാറ് വെക്കുമ്പോഴേക്ക് അടുത്ത ആഴ്ച ഒരു ഉഷാറ് വെച്ച് ഒന്ന് സെറ്റായി വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും പനി വരും, വീണ്ടും പഴയ കോലത്തിലാവും. ഇതാണ് അവസ്ഥ. ഇത് റിച്ചൂസിൻ്റെ മാത്രമല്ല, എല്ലാ കുട്ടികളുടെയും അവസ്ഥ ഇത് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇതാ നമ്മ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും റിച്ചൂസുമാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അല്ലെങ്കിൽ നമ്മളെ കൂടെ റിച്ചൂസിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ ആരെങ്കിലും കൂടെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ആരുമില്ല, ഞാനും റിച്ചൂസും തനിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നാൽ ബസ് നിർത്തും കേട്ടോ. പക്ഷെ നമ്മൾ സ്റ്റോപ്പിലേക്ക് കുറച്ച് നേരത്തെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും സ്റ്റോപ്പിലേക്ക് നടന്നിട്ട് അവിടുന്ന് ബസ് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് കേട്ടോ. പ്രത്യേകം എടുത്തു പറയുന്നത്, നമ്മുടെ നാട്ടിൽ കൂട്ടപ്പൻ്റെ ഭാഗത്ത് ബസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ബസ് സർവീസ് ഉണ്ടായിരുന്നില്ല, കാരണം ആൾക്കാരൊക്കെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ബസ്സാണ് ഇഷ എന്ന് പറയുന്നുള്ള ബസ്. അങ്ങനെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. നമ്മൾ 12:30 ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും റിച്ചൂസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മുടെ ടോക്കൺ എന്ന് പറയുന്നത് 41 കേട്ടോ. റിച്ചൂസിൻ്റെ ടോക്കൺ നമ്പർ 41. പക്ഷേ നമ്മളവിടെ എത്തുമ്പോഴേക്ക് ടോക്കൺ 20 സംതിങ്ങേ പോയിട്ടു, 23 അങ്ങനെ പോയിട്ടു. അപ്പോൾ നമ്മൾ അത്രയും ടൈം 41 വരെ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രാജീവൻ ഡോക്ടർ എന്ന് പറയുന്നത് ശരിക്കും രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 3 മണിക്ക് അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്കൊക്കെ കാണിച്ചിട്ട് പോകുന്ന ആൾക്കാരെ നമുക്ക് അറിയാം കേട്ടോ. കാരണം അത്രയും തിരക്കുള്ള ഡോക്ടറാണ് രാജീവൻ ഡോക്ടർ. അപ്പോൾ മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് പോവുകയാണ്. കാണിക്കുകയൊക്കെ ചെയ്തു. രാജീവൻ ഡോക്ടറെ കാണിച്ചു. പ്രശ്നമൊന്നുമില്ല, വൈറൽ ഫീവറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മരുന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതാ ബസ് കയറിയിട്ടാണ്. അപ്പോൾ ബസ്സിൽ ഫ്രണ്ട് സീറ്റിൽ തന്നെ റിച്ചൂസ് ഇരിക്കുകയാണ്. റിച്ചൂസ് ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്നു. അപ്പോൾ നമ്മൾ വേഗം വീട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാര്യമായിട്ടൊന്നുമില്ല ഈ ഒരു വീഡിയോയിൽ എന്ന് പറയുന്നത്. റിച്ചൂസിൻ്റെ ഒരു കുഞ്ഞു പനി നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എത്തിച്ചതാണ്. അപ്പോൾ അതാ നമ്മൾ നെക്സ്റ്റ് മാത്തിലിറങ്ങി മാത്തുന്ന നേരെ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.